സങ്കീർത്തനങ്ങൾ 45 10-ാം വാക്യം മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 10-ാമത്തെ വാക്യം, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അല്ലയോ കുമാരി, മണവാട്ടിയോട് പറയുന്ന വാക്കാണ്. അല്ലയോ കുമാരി. ആ കുമാരി എന്ന പരാമർശത്തിനകത്തുള്ള സഭാതത്വശാസ്ത്രപരമായ കുമാരി ഇന്നിവിടെ ഇരിപ്പുണ്ട്. അതാരെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവാ. ഒന്ന് സ്തോത്രം ചെയ്യാം. അപ്പോസ്തോലികവും കാതോലികവും ശ്ലൈകികവുമായിരിക്കുന്ന എക്ലീഷ്യ അഥവാ സഭ ആണ് ആ കുമാരി. ആ കുമാരിയെ പാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത്, സിയോൻ കുമാരി നിൻ കാന്തൻ വേഗം വരുന്നീതാ, സിയോൻ കുമാരി നിൻ കാന്തൻ വേഗം വരുന്നീതാ. അപ്പൊ സിയോൻ കുമാരി, ആ കുമാരി ഏതാണ്? പറ, നമ്മളാണ്. സ്തോത്രം. അപ്പോൾ കുമാരി ഒന്ന് കേൾക്കണം. ആരെ കേൾക്കണം? മണവാളനെ കേൾക്കണം. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാട്ടി കേൾക്കണം. ഒന്ന്, മണവാളനെ കേൾക്കണം. 2, നോക്കണം. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയിരുന്നാൽ നോട്ടം മാറ്റാൻ തോന്നില്ല. അത്ര അവൻ ലക്ഷണമൊത്തവനാണ് നമുക്കുള്ള മണവാളൻ. സ്തോത്രം. അവൻ ഒന്ന്, കുമാരി നീ കേക്ക്. 2, നോക്കുക. അടുത്തത്, നിന്റെ ചെവി എന്ത് ചെയ്യണം? ചെവി ചാഞ്ഞു വരണം. എന്ന് വെച്ചാൽ ഈ മണവാളന്റെ വാക്കുകളിലേക്ക് ഈ വചനം കേൾക്കുമുണ്ടല്ലോ, തൂങ്ങി പോകരുത്, ചാഞ്ഞു വരണം. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ഈ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ തൂങ്ങി ഇങ്ങനെ പോകരുത്. അവൻ ചാഞ്ഞു വരണം ഈ വചനത്തിലേക്ക്. അവൻ പിടികിട്ടിയ ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. അതുകൊണ്ട് ജഡത്തിൽ ബലഹീനത കൊണ്ടൊക്കെ ഒരു തൂക്കം വരാം, എന്നാൽ മനസ്സ് തൂങ്ങിപ്പോകരുത്. സ്തോത്രം. ജഡം ബലഹീനമല്ലേ? പത്രോസ് പോലെ ഒന്നാമത്തെ വലിയ പാസ്റ്റർ പോലും ഉറങ്ങിപ്പോയി. പിന്നാന്നോ നമുക്ക്? അപ്പോൾ അതുകൊണ്ട് ജഡത്തിൽ നമ്മൾ ബലഹീനരാണ്. മരുന്ന് കഴിച്ചവരുണ്ട്. രാവിലെ ക്ഷീണമാണെങ്കിലും ഇന്ന് യോഗത്തിന് വന്നല്ലോ. സ്തോത്രം. നടക്കാൻ കാലനുവദിച്ചില്ലെങ്കിലും എഴുന്നേൽക്കാൻ നടുവനുവദിച്ചില്ലെങ്കിലും ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നല്ലോ, അത് സന്തോഷമുണ്ട്. സ്തോത്രം. ആമേൻ. അപ്പൊ കുമാരി എന്ത് ചെയ്യണം? 1, കേൾക്കണം. 2, നോക്കണം. അടുത്തത്, ചെവി ചായ്ക്കണം. അടുത്ത വാക്ക്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. എന്ന് വെച്ചാൽ ആമേൻ, ഈ ഊഴിയെയും ഊഴിയിലുള്ള സകല ആമേൻ ലോക സഹോദരങ്ങളെയും പറന്നു പോകാനുള്ളവരാണ് നമ്മൾ. ഒന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാമോ? ഹല്ലേലൂയ. നോക്കണേ, ഈ കുമാരി. അപ്പോൾ അടുത്ത വാക്ക്, അപ്പോൾ രാജാവ് നിന്റെ എന്ന് വെച്ചാൽ ഈ കുമാരിക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഈ സഭായോഗത്തിനകത്ത് ഈ ദൈവമക്കൾ ഇങ്ങനെ ഒരുക്കപ്പെട്ടവരായി തിരുവത്താഴത്തിൽ കൈനീട്ടാനുള്ള പ്രാഗൽഭ്യത്തോടെ യോഗത്തിനകത്ത് വന്നു ചേർന്നിരിക്കുന്ന ദൈവമക്കൾ, ആ ഇരിക്കുന്ന ഇരിപ്പ് തന്നെ ഒരു സൗന്ദര്യമാണ്. പിന്നെ നമ്മുടെ പെന്തക്കോസ് ആരാധന ഒരു സൗന്ദര്യമാണ്. അത് പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് അത് വലിയ സൗന്ദര്യമായി തോന്നുന്നതിന് അകത്ത് വരുന്നവർക്ക് ഇതൊരു സൗന്ദര്യമാണ്. മാത്രമല്ല ആമൻ, കുഞ്ഞാടിന്റെ കാന്ത സൗന്ദര്യമുള്ളവളാണ്. ആമൻ. ഈ സൗന്ദര്യം നേരത്തെ ഇല്ലായിരുന്നു. സദൃശവാക്യത്തിൽ ഒരു പെണ്ണിന്റെ കല്യാണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പെണ്ണിന്റെ പേര് അവിടെ ഇല്ലാത്ത കൊണ്ട് അവളുടെ മുഖത്ത് നോക്കി ലക്ഷണം വെച്ചൊരു പേര് പറഞ്ഞു, വിലക്ഷണ. എന്തുവാണ്? വിലക്ഷണ. വിലക്ഷണയ്ക്ക് കല്യാണം വന്നപ്പോൾ അവളെ കൊണ്ട് പിന്നെ ഭൂമിക്ക് എന്തില്ല, ഒരു പൊറുതിയില്ല. അവൾ പറയാണ്, അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് കാണിക്കുകയാണ്, ഇതാണ് എൻ്റെ ചെറുക്കൻ,
ഇതാണ് എൻ്റെ ചെറുക്കൻ. സ്തോത്രം. വല്ലതും മനസ്സിലായോ? സ്തോത്രം. ഈ പരിപാടിയാണ് നമ്മൾ കവലയിലൊക്കെ നിന്ന് കാണിക്കുന്നത്. ആമേൻ. ഇതാണ് ക്രിസ്തു, ഇതാണ് നമ്മുടെ മണവാളൻ. വല്ലതും മനസ്സിലായിരുന്നോ? സ്തോത്രം. ഇവക്കൊരു നാണോവില്ലാതെ അവള് എല്ലാവരോടും പറയാണ്, എനിക്ക് കല്യാണം വന്നു. സ്തോത്രം. ഇതുപോലെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്ത ലക്ഷണക്കേട്, ലോകത്തിൽ ദൈവമില്ലാത്ത ലക്ഷണക്കേട്, ആമേൻ സ്തോത്രം, കാബൂൾ പ്രദേശത്ത് പാർക്കപ്പെട്ടവരായിരുന്ന ലക്ഷണക്കേട്, പ്രത്യാശയില്ലാത്തവരായിരുന്ന നമ്മൾ, സ്തോത്രം, നമുക്ക് ലക്ഷണക്കേടേ ഉള്ളായിരുന്നു. ആമൻ. നമ്മുടെ ലക്ഷണക്കേട് എപ്പോഴാ മാറിയെന്ന് ചോദിച്ചാൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ. ഒന്നും കൂടെ തെളിച്ചെന്ന് പറയാം, അത് ഇങ്ങനെയാണ്: ലക്ഷണമൊത്തവന്റെ, ലക്ഷങ്ങളിൽ സുന്ദരന്റെ, അവൻ 10,000ങ്ങളിൽ അതിസുകുമാരനായവന്റെ, ലക്ഷണമൊത്തവന്റെ, ലക്ഷണമൊത്ത രക്തം, അവൻ സ്വത്രം കാൽവരി ക്രൂശിൽ ചൊരിയപ്പെട്ട പുണ്യാഹ രക്തം, അവൻ ലക്ഷണമില്ലാത്ത എന്നെ വന്ന് ടച്ച് ചെയ്ത സമയത്ത് എൻ്റെ ലക്ഷണക്കേടുകളെല്ലാം മാറിയേ. അവൻ കൃപയാൽ എനിക്കൊരു ലക്ഷണം കിട്ടിയേ. സിയോനിലേക്ക് പോകാനുള്ള ലക്ഷണം കിട്ടിയ സഞ്ചാരികളെ, കരം വീശി വീശി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കാമോ? നമുക്ക് കൃപയാൽ എന്ത് കിട്ടി? ലക്ഷണം കിട്ടി. അങ്ങനെ നമ്മള് കറാചുളുക്കം, മാലിന്യം, പാട്ടം ഇവയൊന്നുമില്ലാത്ത ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണമൊത്ത ആമേൻ മണവാട്ടി. അപ്പോൾ എന്ത് ചെയ്യും? രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു കൊള്ളുക. ഹല്ലേലൂയ. സഭ ഇവിടുന്ന് പോകുന്നത് ആമേൻ വിലക്ഷണയായ ഒരുക്കമില്ലാത്തവളായിട്ടുമല്ല. സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നത് കൃപാവരങ്ങളാൽ അലങ്കൃതയായി. ഹല്ലേലൂയ. സഭ ലക്ഷണമൊത്താണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് അപ്രത്യാശയോടെ ജീവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.